അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ ഇപ്രാവശ്യത്തെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ പെട്രോൾ എഞ്ചിൻ സർവീസിംഗ് ലാബിൽ നമ്മൾ ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ AC മെക്കാനിക്കൽ പമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ AC മെക്കാനിക്കൽ പമ്പാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരും. രണ്ടാമത് എൻജിൻ ഓവർഹോളിംഗ്, അതായത് പെട്രോൾ എഞ്ചിൻ ഡിസ്മാൻഡിൽ ചെയ്ത് അതിൻ്റെ പാർട്സ് ഐഡൻറ്റിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഇതായിട്ട് അസംബിൾ ചെയ്യുന്നു. എല്ലാ ഇതിനും അസംബിളിങ്ങും ഡിസ്മാൻഡ്ലിങ്ങും ഉണ്ട്. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടറിനെ പറ്റിയിട്ടാണ്. ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾക്കറിയാം, എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ടർ ഉപയോഗിക്കുന്നത് അറിയാം. സ്പാർക്ക് പ്ലഗിലേക്ക് സ്പാർക്ക് എത്തിക്കാനുള്ള യൂണിറ്റാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർബറേറ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാർബറേറ്റർ സോളക്സ് കാർബറേറ്ററാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൻ്റെ സർക്യൂട്ടും, കാർബറേറ്ററിൻ്റെ പല സർക്യൂട്ടും 5-6 സർക്യൂട്ട് വരുന്നുണ്ട്. ആ സർക്യൂട്ടാണ് അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ, കാർബറേറ്റർ കഴിഞ്ഞ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാൾവ് ഗ്രൈൻഡിങ് ആൻഡ് ലാപ്പിംഗ്. ഒരു എഞ്ചിനിൽ വാൾവുകൾ, ഇൻലെറ്റ് വാൾവ്, എക്സോസ്റ്റ് വാൾവ്, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ 2 വാൾവ് നമ്മൾ എഞ്ചിൻ കുറേ കാലം ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വാൾവിന് തേയ്മാനം വരും. വാൾവിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പസ്റ്റൻ ഗ്യാസ്, അതായത് സിലിണ്ടറിൻ്റെ അകത്തേക്ക് എത്തുന്ന കമ്പസ്റ്റൻ ഗ്യാസ് വാൾവിൻ്റെ തേയ്മാനം കൊണ്ട് വാൾവ് ഇറങ്ങിക്കുന്ന ആ എഞ്ചിൻ്റെ ആ പാർട്ടിനെ പറയുന്നത് വാൾവ് സീറ്റ്. അപ്പോൾ വാൾവ് സീറ്റിനും വാൾവിനും ഇടയിൽ ഈ ക്ലിയറൻസ് വരുന്നതുകൊണ്ട് ഈ കമ്പസ്റ്റൻ ഗ്യാസ് ലീക്കായിട്ട് പോകും. ഈ ക്ലിയറൻസ് വരാനുള്ള കാരണം എന്തെന്ന്? വാൾവിൻ്റെ തേയ്മാനം, വാൾവ് സീറ്റിൻ്റെ തേയ്മാനം, വാൾവിൻ്റെ തേയ്മാനം. അങ്ങനെ ഈ വാൾവിനെ നമ്മൾ കറക്റ്റാക്കാനില്ല, അതായത് അതിൻ്റെ തേയ്മാനത്തെ കറക്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറിനെ പറയുന്നത് വാൾവ് ഗ്രൈൻഡിങ്ങും ലാപ്പിങ്ങും. അതായത് വാൾവിനെ ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ ലാപ്പ് ചെയ്യും. ലാപ്പിംഗ് പ്രൊസീജിയർ എന്ന് ഗ്രൈൻഡ് ചെയ്ത വാൾവിൻ്റെ ഏരിയ, അതായത് അതിൻ്റെ ഫേസ് എപ്പോഴും റഫായിരിക്കും. ആ റഫിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാപ്പിംഗ് പ്രൊസീജിയർ ചെയ്യുന്നത്. ലാപ്പിംഗ് പ്രൊസീജിയറിൽ ഒരു കാർബറാണ്ടം പേസ്റ്റ് എന്ന് പറഞ്ഞൊരു പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹാർഡ് ആയിട്ടുള്ള ആ പാർട്ടിനെ സ്മൂത്ത് ചെയ്യുന്നത്. അതായത് ഗ്രൈൻഡ് ചെയ്ത ആ ഭാഗം ഹാർഡായിട്ടുണ്ടാവും, അതിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേസ്റ്റാണ് കാർബറാണ്ടം പേസ്റ്റ്. അത് കോഴ്സ് ഫൈൻ എന്ന് പറഞ്ഞാൽ 2 പേസ്റ്റ് ഉണ്ട്. അത് വെച്ച് അത് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെ പറയുന്നത് ഗ്രൈൻഡിങ് ആൻഡ് ലാപ്പിംഗ്. ഗ്രൈൻഡിങ് ആദ്യം ചെയ്യണം, പിന്നെ ലാപ്പിംഗ് പ്രൊസീജിയർ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ടോപ്പിക്കിന് ശേഷം ഫിൽറ്റേഴ്സ്, ഫ്യൂവൽ ഫിൽറ്റേഴ്സ്, ഫിൽറ്ററിൻ്റെ ആവശ്യം, അതെല്ലാം നമ്മൾ എൻജിൻ ഓവർഹോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് ഫിൽറ്റേഴ്സ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ടോപ്പിക്കിന് ശേഷം ടാപ്പറ്റ് ക്ലിയറൻസ്. അത് ലാസ്റ്റ് വർക്കായിട്ടാണ് വരുന്നത്. ടാപ്പറ്റ് ക്ലിയറൻസ്, ഇൻലെറ്റ് വാൾവിന് ഇത്ര ക്ലിയറൻസ് കൊടുക്കുന്നത്, എക്സോസ്റ്റ് വാൾവിന് കൂടുതൽ ക്ലിയറൻസ് കൊടുക്കും. ആ ക്ലിയറൻസ് കൊടുത്തിട്ടില്ലെങ്കിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് മീൻകാട്ടി നമ്മൾ കൂടുതൽ അതിൻ്റെ അകത്തില്ല ഡിസഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ടാപ്പറ്റ് ക്ലിയറൻസ് ശരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻലെറ്റ് വാൾവിനായിക്കോട്ടെ എക്സോസ്റ്റ് വാൾവിനായിക്കോട്ടെ, ടാപ്പറ്റ് ക്ലിയറൻസ് ശരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ വാൾവിന് ഇതിൻ്റെ ഇടയിൽ ക്ലിയറൻസ് വന്ന് ഈ കമ്പസ്റ്റൻ ഗ്യാസ് അതേപോലെ തന്നെ ലീക്കായി പോകും. അപ്പം അതിനുള്ള ഈ ക്ലിയറൻസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അതിൻ്റെ പ്രൊസീജിയറാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡിസ്മാൻഡ്ലിംഗ് പ്രൊസീജിയർ അടക്കം ഞാനത് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കുക, AC മെക്കാനിക്കൽ പമ്പ്, ആക്ച്വേറ്റഡ് ക്യാം അല്ലെങ്കിൽ ആലിസ്റ്റർ. ഞാനിപ്പം AC മെക്കാനിക്കൽ പമ്പ് കാണിക്കാം. ഇതാണ് AC മെക്കാനിക്കൽ പമ്പ്. AC മെക്കാനിക്കൽ പമ്പ് നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു. ടാങ്കിൽ നിന്ന് പെട്രോൾ സെക്ക് ചെയ്തിട്ട് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാം. ഫിൽറ്റർ വഴി സപ്ലൈ ചെയ്യാം. ഫിൽറ്റർ പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ പുറം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് ഈ ടൈപ്പാണ്.
ഒരു എഞ്ചിനിൽ ഉപയോഗിക്കുന്ന AC മെക്കാനിക്കൽ പമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പല എഞ്ചിനുകൾ പഴയ എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന AC മെക്കാനിക്കൽ പമ്പിൻ്റെ ബോഡി കൺസ്ട്രക്ഷൻ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച എഞ്ചിൻ്റെ AC മെക്കാനിക്കൽ പമ്പാണ്. ഇനി പഴയ കാലത്ത് ഉപയോഗിച്ച AC മെക്കാനിക്കൽ പമ്പിൻ്റെ ചില എഞ്ചിൻ്റെ ഉപയോഗിക്കുന്ന AC മെക്കാനിക്കൽ പമ്പിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? ഇതൊരു AC മെക്കാനിക്കൽ പമ്പാണ്. പിന്നെ ഞാൻ പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് നോക്കാം. അതായത് ഈ AC മെക്കാനിക്കൽ പമ്പ് സൂം ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത് സൂം ചെയ്ത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ടെല്ലാം കംപ്ലീറ്റ് മനസ്സിലാവും, ക്ലിയറായിട്ട് മനസ്സിലാവും. ഇതൊരു ടൈപ്പ് AC മെക്കാനിക്കൽ പമ്പാണ്. അതിൻ്റെ ഷേപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓരോരോ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഓരോരോ AC മെക്കാനിക്കൽ പമ്പ്. ഇത് ഒരു എഞ്ചിനിൽ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ പമ്പ്. അങ്ങനെ 3 ടൈപ്പ് ഇതാണ്. പക്ഷേ ഇതിൽ കൺസ്ട്രക്ഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ അകത്തുള്ള പാർട്സിനൊന്നും ഒരു വ്യത്യാസമില്ല. ഇതിലുപയോഗിക്കുന്ന അതിൻ്റെ ഉപയോഗമോ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പാർട്സിൻ്റെയോ അതിൻ്റെ ചേമ്പറോ അങ്ങനത്തെ ഒന്നും വ്യത്യാസമില്ല. അതിൻ്റെ ഷേപ്പിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ AC മെക്കാനിക്കൽ പമ്പാണ്. 3 ടൈപ്പ് AC മെക്കാനിക്കൽ പമ്പാണ്. എല്ലാം ഒരേപോലെ തന്നെ ഓരോരോ എഞ്ചിനിൽ ഉപയോഗിക്കുന്നതേ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് പുറം ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് AC മെക്കാനിക്കൽ പമ്പാണ്. അപ്പം നമ്മൾ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് പെട്രോൾ നമ്മൾ ഇതിലേക്ക് സപ്ലൈ ചെയ്യാം. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് വരണം. ആ വരാനില്ല ഇൻലെറ്റ് പോർഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പെട്രോള് ഈ AC മെക്കാനിക്കൽ പമ്പിലേക്ക് വരാനില്ല ഇൻലെറ്റ് പോർഷനാണ് ഈ കാണുന്നത്. ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന ഈ പോർഷനാണ് ഇൻലെറ്റ് പോർഷൻ. പെട്രോള് ടാങ്കിൽ നിന്ന് AC മെക്കാനിക്കിലേക്ക് പമ്പിലേക്ക് വരാനില്ല പോർഷൻ, ഇൻലെറ്റ് പോർഷൻ. ഇത് ഔട്ട്ലെറ്റ് പോർഷൻ. ഈ കാണുന്ന ഇത് ഔട്ട്ലെറ്റ് പോർഷൻ. ഔട്ട്ലെറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫിൽറ്റർ വഴി കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ പെട്രോൾ വരുന്ന വഴി ഇതും പെട്രോൾ ഇതിൻ്റെ അകത്തുനിന്ന് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്ലെറ്റ് ഈ ഭാഗമാണ്. മാറിപ്പോകാൻ പറ്റില്ല. ഇൻലെറ്റ് പോർഷൻ, ഔട്ട്ലെറ്റ് പോർഷൻ. പിന്നെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു ഇവിടെ ഒരു ഫിൽറ്റർ അസംബ്ലി ഉണ്ട്. എൻജിൻ ഫിൽറ്റർ അല്ല, AC മെക്കാനിക്കൽ പമ്പിൻ്റെ അകത്ത് ഒരു ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്ററാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അതായത് ഇൻലെറ്റ് പോർഷൻ വഴി വരുന്ന ഈ പെട്രോളിനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ചാമ്പറിലേക്ക് കടത്തി വിടുന്നത്. അത് ഫിൽറ്ററിൻ്റെ പോർഷനാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഫിൽറ്റർ ഉള്ളത്. പിന്നെ ഈ AC മെക്കാനിക്കൽ പമ്പിനെ നമുക്ക് ഡ്രൈവ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC മെക്കാനിക്കൽ പമ്പ് ക്യാം ഷാഫ്റ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ക്യാം ഷാഫ്റ്റ് കറങ്ങുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ക്യാം ഷാഫ്റ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന AC മെക്കാനിക്കൽ പമ്പിൻ്റെ പോർഷൻ, അതായത് പാർട്ടാണ് റോക്കറ. ഈ കാണുന്ന ഈ വളഞ്ഞിരിക്കുന്ന പിടിയിലെ ഭാഗമാണ് റോക്കറാം. ഈ റോക്കറാമാണ് ഇത് നമ്മൾ എൻജിനിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ റോക്കറാമിൻ്റെ പോർഷൻ ക്യാം ഷാഫ്റ്റിൻ്റെ എസെൻട്രിക് ക്യാം ഷാഫ്റ്റിൽ എസെൻട്രിക് ക്യാം എന്ന് പറഞ്ഞാൽ ക്യാം ഷാഫ്റ്റിൻ്റെ എസെൻട്രിക് ക്യാമിലാണ് ടച്ച് ചെയ്യുന്നത്. എസെൻട്രിക് ക്യാം എന്ന് പറഞ്ഞാൽ ഈ ഇത് ടച്ച് ചെയ്യുന്ന ക്യാം ഷാഫ്റ്റിൻ്റെ പോർഷനാണ്. ഈ റോക്കറാം ടച്ച് ചെയ്യുന്ന ക്യാം ഷാഫ്റ്റിൻ്റെ പോർഷനെ പറയുന്നത് എസെൻട്രിക് ക്യാം എന്ന് പറയുന്നത്. അങ്ങനെ റോക്കറാം, നേരത്തെ പറഞ്ഞ പോലെ ഇൻലെറ്റ് പോർഷൻ, ഔട്ട്ലെറ്റ് പോർഷൻ, ഫിൽട്ടർ. ഇത് ഇൻറ്റേർണലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇത്ര പാർട്സ് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനുള്ളൂ. പക്ഷേ ഇത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഉള്ള പ്രൊസീജിയറിൽ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ കൂടുതൽ പറയാം. ഇനി ഡിസ്കസ് ചെയ്യുന്ന ഇതിൻ്റെ ഫങ്ഷൻ ഡിസ്കസ് ചെയ്യുന്ന മുമ്പായിട്ട് ഞാൻ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ നമുക്ക് ഇതിന് ചുറ്റും ഫുള്ള് സ്ക്രൂ ആണ്. ആ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ഈ
AC മെക്കാനിക്കൽ പമ്പിന് 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ എടുത്ത് നോക്കാം. ഇങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. ഇതിനെ അപ്പർ കവറെന്നും ഈ പോർഷനാണ് അപ്പർ കവറെന്നും ഇതിനെ ലോവർ കവറെന്നും പറയും. ഇതിനെ അപ്പർ കവറെന്നും ഇതിനെ ലോവർ കവറെന്നും. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഫങ്ഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസ്മാൻഡ്ലിംഗ് പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ അയച്ചിട്ട് കാണിക്കുന്നതായിരിക്കും. ക്യാംഷാഫ്റ്റ്, എഞ്ചിൻ ക്യാംഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നു. ക്യാംഷാഫ്റ്റിൻ്റെ എസെൻട്രിക് ക്യാം, നേരത്തെ പറഞ്ഞ പോലെ ഇത് റോക്കറാം ടച്ച് ചെയ്യുന്ന ക്യാംഷാഫ്റ്റിൻ്റെ പോർഷനെ പറയുന്നത്, പാർട്ടിനെയാണ് പറയുന്നത് എസെൻട്രിക് ക്യാം എന്ന് പറയും. അതിവിടെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ പോർഷൻ നോക്കിക്കോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്യും. ഇതിനെ പ്രസ് ചെയ്യുന്നു. റോക്കറാമിനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു ഡയഫ്രം, അതെല്ലാം ഞാൻ അയക്കുന്ന സമയത്ത് ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. ആ ഡയഫ്രം ഡൗൺവേർഡ് മോഷനിൽ പോകും, താഴേക്ക് പോകും. നേരത്തെ പറഞ്ഞ് ബോളിൽ നിന്ന് താഴേക്ക് പോകും, ഡൗൺവേർഡ് മോഷനിൽ പോകും. ഡൗൺവേർഡ് മോഷനിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് 2 വാൾവ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവ് എന്ന് പറയാൻ പാടില്ല. അതിനെ സക്ഷൻ വാൾവ് എന്നും പ്രഷർ വാൾവ് എന്നും മാത്രമേ അതിന് പറയാൻ പാടുള്ളൂ. ഈ പോർഷൻ കേട്ടോ, ഞാൻ ഈ ഒന്നാമത്തെ പോർഷൻ അപ്പർ കവർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ 2 വാൾവ് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഒരു വാൾവ്, മറ്റേ വാൾവ്. പക്ഷേ ഏത് സക്ഷൻ വാൾവ് എന്നും ഏത് പ്രഷർ വാൾവ് എന്നും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട്. എളുപ്പം. ഫിൽട്ടർ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ വരുന്ന ഫിൽറ്ററിന് നേരെയില്ല വാൾവാണ് സക്ഷൻ വാൾവ്. അതിൻ്റെ തൊട്ടപ്പുറത്തില്ല ഈ വാൾവിനെ പറയുന്ന പേരാണ് പ്രഷർ വാൾവ്. ഇത് സക്ഷൻ വാൾവ്. ഫിൽറ്ററിന് നേരെയുള്ളത് സക്ഷൻ വാൾവ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് പ്രഷർ വാൾവ്. ഇത് സക്ഷൻ വാൾവ്, പ്രഷർ വാൾവ്. അതായത് ഇൻലെറ്റ് പോർഷനിൽ നേരെ വരുന്നത് സക്ഷൻ വാൾവ് എന്നും മറ്റേതിനെ പ്രഷർ. അപ്പോൾ വാൾവിനെ പറയുന്ന പേര് സക്ഷൻ വാൾവ് എന്നും പ്രഷർ വാൾവ്. ഒരിക്കലും ഇൻലെറ്റ് വാൾവ് എക്സോസ്റ്റ് വാൾവ് എന്ന് പറയാൻ പാടില്ല. പിന്നെ ഇതേപോലെ തന്നെ ഈ 2 ഇതും നമ്മൾ ചേർത്ത് വെക്കുന്നു. ഫിറ്റ് ചെയ്യുന്ന സമയത്ത് 2 മറ്റേ അപ്പർ കവർ ലോവർ കവർ നമ്മൾ ചേർത്ത് വെക്കുന്നു. ആ ചേർത്ത് വെക്കുന്ന ഇടയിൽ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ കാണുന്ന പോർഷൻ കണ്ടില്ല, ഈ പ്ലേറ്റിൻ്റെ ഈ കാണുന്ന ഈ പോർഷൻ ഇടയിലില്ല, അതിനെ ചേംബർ എന്നാണ് പറയുന്നത്. ഇത് ലോവർ കവറിലുള്ള ഡയഫ്രം. ഈ ഡയഫ്രാണ് ഡൗൺവേർഡ് മോഷനിൽ ഇത് ഇവിടെ പ്രസ് ചെയ്യുന്നത്. റോക്കറാമിനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഡയഫ്രാണ് ഡൗൺവേർഡ് മോഷനിൽ പോകുന്നത്. ഇതിന് 2 ഇടയിലില്ല ആ ഭാഗത്തിന് ചേംബർ എന്ന് പറയും. അത് സക്ഷൻ ചെയ്തെടുക്കുന്ന സമയത്ത് സക്ഷൻ ചേംബർ എന്നും ഫ്യൂവൽ പുറത്തേക്ക്, അതായത് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ചേംബറിനെ തന്നെ പ്രഷർ ചേംബർ എന്ന് പറയും. ഒറ്റ ചേംബറേ ഇല്ലൂ. ആ ചേംബറിനെ നമ്മൾ 2ആയിട്ട് പറയുന്നതാണ് ചെയ്യുന്നത്. സക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് സക്ഷൻ ചേംബർ എന്നും പ്രഷറൈസ് ചെയ്തിട്ട് മറ്റേ കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രഷർ ചേംബർ എന്ന് പറയും. ചേംബർ ഒറ്റന്നേ ഇല്ലൂ. ഈ കാണുന്ന ആ പോർഷൻ മാത്രമേ ചേംബർ ഉള്ളൂ. ഈ പ്ലേറ്റിനിടയിലും ഇതിനിടയിലുള്ള പോർഷൻ സക്ഷൻ ചേംബർ എന്ന് പ്രഷർ ചേംബർ എന്ന് പറയാൻ. ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഫങ്ഷൻ ഡിസ്കസ് ചെയ്യാം. ക്യാംഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നു. എസെൻട്രിക് ക്യാം ഇതിനെ ടച്ച് ചെയ്യുന്നു, റോക്കറാമിനെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ റോക്കറാം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്തിട്ട് ഇതിനിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഡയഫ്രം, ഇതാണ് ഡയഫ്രം. ആ ഡയഫ്രം ഇതിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്പ്രിങ് അടക്കം മുഖാന്തരം ഇതിൻ്റെ അകത്താണ് ഈ റോക്കറാമിനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡയഫ്രം സ്വാഭാവികമായിട്ട് മറ്റേ റോക്കറാം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാംഷാഫ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് റോക്കറാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയഫ്രം എന്താവും, ഈ പോർഷനിൽ താഴേക്ക് പോകും. ഡയഫ്രം ഇങ്ങനെ താഴോട്ട് പോവുകയും ഇങ്ങനെ അമരുകയും. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോവുകയും ആ സമയത്ത് ഈ ഒന്നാമത്തെ വാൾവ്, ആ സമയത്താണ് സക്ഷൻ വാൾവ് ഓപ്പൺ ആവുക. അതായത് എസെൻട്രിക് ക്യാമിനെ ടച്ച് ചെയ്ത് ക്യാംഷാഫ്റ്റ് ടച്ച് ചെയ്ത്
ഡയഫ്രം ഡൗൺവേർഡ് മോഷൻ ഒന്ന് പോകുന്ന സമയത്ത് സക്ഷൻ വാൾവ് ഓപ്പൺ ആവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിൽറ്റർ നേരെയുള്ള വാൾവ് ഓപ്പൺ ആവും. ഫിൽറ്റർ ചെയ്ത ഫിൽറ്റർ ചെയ്ത പെട്രോള് ഈ ഫിൽറ്റർ വഴി ഈ ചാമ്പറിൻ്റെ അകത്തേക്ക് വരും. ഫിൽറ്റർ ചെയ്ത പെട്രോള് ഇതിൻ്റെ അകത്തേക്ക് വരും ഡയഫ്രം ഡൗൺവേർഡ് മോഷൻ പോകുന്ന സമയത്ത്. പിന്നെ നോക്കിക്കോ, ചാമ്പറിൻ്റെ അകത്തേക്ക് ഫ്യുവൽ വന്നു, അതായത് പെട്രോൾ വന്നു. ക്യാം ഷാഫ്റ്റ് ഇങ്ങനെ കറങ്ങും. ക്യാം ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് എല്ലാ സമയവും ഒരേപോലെ ക്യാമിൻ്റെ എസെൻട്രിക് ക്യാം ഇതിനെ ടച്ച് ചെയ്യുന്നില്ല. അതിങ്ങനെ തിരിഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ചില സമയത്ത് ടച്ച് ചെയ്യാത്ത സമയം ഉണ്ടാവും. ടച്ച് ചെയ്യാത്ത സമയത്ത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇങ്ങോട്ട് അമർത്തിയതല്ല, മുമ്പോട്ട് അമർത്തിയത്, ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്തതല്ല. ടച്ച് ചെയ്യാത്ത സമയത്ത് എന്താവും, ഇത് ഫ്രീ ആയിട്ട് ഇത് ആദ്യം ബാക്കോട്ട് തന്നെ വരും. ഈ സാധനം ഇങ്ങോട്ട് തന്നെ വരും, കുറച്ച് ബാക്കോട്ട് തന്നെ വരും. നേരത്തെ മുമ്പോട്ടാണ് ടച്ച് ചെയ്യുമ്പോൾ മുമ്പോട്ടാണ് പോയിക്കൊണ്ടായത്. ടച്ച് ചെയ്യാതിരിക്കുമ്പോൾ ആ മുമ്പോട്ട് പോയ ആ റോക്കറാണ് ബാക്ക് സൈഡിലേക്ക് തന്നെ വരും. ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ട് പോയ ഡയഫ്രം, നേരത്തെ പറഞ്ഞല്ലോ ഡയഫ്രം ഇതായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. താഴോട്ട് അമർത്തിയ ഡയഫ്രം ഇത് ഫ്രീ ആവുന്ന സമയത്ത് എന്താവും, ഈ ഡയഫ്രം മുകളിലേക്ക് തന്നെ പോകും. അപ്വേർഡ് മോഷൻ, ഇംഗ്ലീഷിൽ പറഞ്ഞ അപ്വേർഡ് മോഷൻ, മുകളിലേക്ക് തന്നെ പോകും. ഈ ഡയഫ്രം മുകളിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ സക്ഷൻ വാൾവ് തുറന്നിട്ടുണ്ടായി. ഡയഫ്രം മുകളിലേക്ക് പോകുന്ന സമയത്ത് സക്ഷൻ വാൾവ് അടയും, ക്ലോസ്ഡ് പൊസിഷൻ ആയിരിക്കും ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത്. ആ സമയത്ത് പ്രഷർ വാൾവ് തുറക്കും. പ്രഷർ വാൾവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് പ്രഷർ വാൾവ്. ഡയഫ്രം മുകളിലേക്ക് പോകുന്ന സമയത്ത്, അതായത് റോക്കർ ആം ഫ്രീ ആവുന്ന സമയത്ത് ഡയഫ്രം അപ്വേർഡ് മോഷൻ പോകുന്ന സമയത്ത് സക്ഷൻ വാൾവ് അടഞ്ഞിട്ട് പ്രഷർ വാൾവ് തുറക്കും. പ്രഷർ വാൾവ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ പെട്രോൾ നേരെ വരുന്നത് ഈ ഔട്ട്ലെറ്റ്, നേരത്തെ പറഞ്ഞത് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞത് ഈ പോർഷനാണ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞത്. ആ പോർഷൻ വഴി ഫിൽറ്റർ വഴി കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് എ സി മെക്കാനിക്കൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഇതിന് റോക്കറാം എന്ന് പറഞ്ഞ ഒരു പോർഷനുണ്ട്, ഈ കാണുന്നതാണ് ആ പോർഷൻ. നമ്മൾ എഞ്ചിൻ്റെ ഒരു സൈഡ് പോർഷൻ ആയിട്ടായിട്ട് സിലിണ്ടർ ബ്ലോക്കിലാണ് ഇത് ഫിക്സ് ചെയ്യുക. അങ്ങനെ ഫിക്സ് ചെയ്ത എ സി മെക്കാനിക്കൽ പമ്പിൻ്റെ ഈ റോക്കറാം എന്ന് പറഞ്ഞാൽ ഈ ലിവർ ഏതായിട്ട് ടച്ച് ചെയ്യും, ക്യാം ഷാഫ്റ്റായിട്ട് ടച്ച് ചെയ്യും. ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടാണ്. അങ്ങനെ ഇത് ടച്ച് ചെയ്യുന്ന ഭാഗത്തിനാണ് പറയുന്നത് എസെൻട്രിക് ക്യാം. എസെൻട്രിക് ക്യാം, ആ എസെൻട്രിക് ക്യാമിൽ ഇത് ടച്ച് ചെയ്യും, ഇത് മുമ്പോട്ട് അങ്ങ് പോകും. നേരത്തെ പറഞ്ഞ പോലെ ഇതങ്ങോട്ട് പുഷ് ചെയ്യും, മുമ്പോട്ട് പുഷ് ചെയ്യും. പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഡയഫ്രം ഡൗൺവേർഡ് മോഷനിൽ പോകും. ഡൗൺവേർഡ് മോഷനിൽ പോകുന്നത്, അതായത് താഴോട്ട് പോകും. ആ സമയത്ത് ഇതിൻ്റെ അകത്തെ വാൾവ്, സക്ഷൻ വാൾവ് ഉണ്ട്, പ്രഷർ വാൾവ് ഉണ്ട്. സക്ഷൻ വാൾവ് ഓപ്പൺ ആകും. സക്ഷൻ വാൾവ് ഓപ്പൺ ആയാലും എന്താവും, ഇതിൽ കൂടെ വന്ന പെട്രോൾ ഫിൽറ്റർ വഴി എങ്ങോട്ട് ഇറങ്ങും, ഫിൽറ്റർ ചെയ്തിട്ട് എങ്ങോട്ട് ഇറങ്ങും, ആ ചാമ്പറിലേക്ക് ഇറങ്ങും, സക്ഷൻ ചാമ്പറിലേക്ക് ഇറങ്ങും. ആ സമയത്ത് ആ ചാമ്പറിനെ സക്ഷൻ ചാമ്പർ എന്നാണ് പറയുന്നത്. ഒറ്റ ചാമ്പറേ ഇല്ലൂ, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ പെട്രോളിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ആ ചാമ്പറിനെ വിളിക്കുന്ന പേരാണ് സക്ഷൻ ചാമ്പർ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാം ഷാഫ്റ്റ് ഒരിക്കലും ഫുള്ളായിട്ട് ഇതിനെ ടച്ച് ചെയ്യില്ല. ടച്ച് ചെയ്യാത്ത സമയമുണ്ട്. ലോബ് ഇങ്ങനെ എസെൻട്രിക് ക്യാമിന് വിട്ടുവിട്ടാണ്. അപ്പോൾ ഒരു ലോബിലിങ്ങനെ ക്യാമിലിങ്ങനെ ടച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ ക്യാം വരുന്നതിന് മുമ്പായിട്ട് ഇത് ഫ്രീ ആവും, അതിൻ്റെ ഇടയിൽ ഫ്രീ ആവും. അപ്പോൾ മുമ്പോട്ട് പോയ പുഷ് ചെയ്ത ഈ റോക്കറാണ് രണ്ടാമത് റിട്ടേൺ വരും, ബാക്കോട്ട് തന്നെ റിട്ടേൺ വരും. നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് റിട്ടേൺ വരുന്ന സമയത്ത് ഡയഫ്രം എന്താവും, മുകളിലേക്ക് തന്നെ പോകും. നേരത്തെ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് താഴോട്ടാണ് പോയത്. ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ട് ഇതെന്താവും, ഇത് ഡയഫ്രം എന്താവും, മുകളിലേക്ക് തന്നെ വരും. മുകളിലേക്ക് വരുന്ന സമയത്താണ് സക്ഷൻ വാൾവ് ക്ലോസ്ഡ് പൊസിഷൻ അടഞ്ഞിട്ടും പ്രഷർ വാൾവ് ഓപ്പൺ ആവാൻ സമയത്ത്. പ്രഷർ വാൾവ് പറഞ്ഞാൽ ഈ വാൾവ്, പ്രഷർ വാൾവ് ഓപ്പൺ ആയാൽ ഈ ചാമ്പറിൻ്റെ അകത്തുള്ള പെട്രോള് പ്രഷർ വാൾവ് വഴി ഈ ഔട്ട്ലെറ്റ് കൂടെ ഫിൽറ്റർ വഴി കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് എ സി മെക്കാനിക്കൽ പമ്പ് വർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പല ടൈപ്പ് എ സി മെക്കാനിക്കൽ പമ്പ്, അതിൻ്റെ ഷേപ്പിന് മാത്രമേ വ്യത്യാസമുള്ളൂ, അതിൻ്റെ കവറിനും അതിൻ്റെ കൺസ്ട്രക്ഷനും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഇതിൻ്റെ അകത്തുള്ള വാൾവും മറ്റു കാര്യങ്ങൾ, എസെൻട്രിക് ക്യാമും അതിൻ്റെ മറ്റേ കാര്യങ്ങളെല്ലാം ഒരേപോലെയാണ്. ഇതാണ് എ സി മെക്കാനിക്കൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ.
ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇതിൻ്റെ ഫങ്ഷൻ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആ റിപ്പീറ്റ് ചെയ്യുന്ന ആ വീഡിയോ ഇത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയും, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഇതാവില്ല. ഈ വീഡിയോയിൽ ഞാൻ പല തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒരേ കാര്യങ്ങൾ തന്നെ രണ്ടാമതും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഫങ്ഷൻ നമുക്ക് മനസ്സിലാവും. ഇത് AC മെക്കാനിക്കൽ പമ്പ്. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, 2 കവറായിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൽ ആദ്യത്തെ പോർഷൻ, അതായത് ഇൻലെറ്റ് പോർഷനും ഔട്ട്ലെറ്റ് പോർഷനും എല്ലാം ഉള്ള ആ പോർഷനെ പറയുന്ന പേരാണ് അപ്പർ കവർ. രണ്ടാമത്തെ ഈ പോർഷൻ, ഈ റോക്കറാമും മറ്റാ കാര്യങ്ങളിലുള്ള ഡയഫ്രമിലുള്ള ആ പോർഷനെ പറയുന്ന പേരാണ് ലോവർ കവർ. അപ്പോൾ അപ്പർ കവറിലാണ് ഇൻലെറ്റ് പോർഷൻ, ഔട്ട്ലെറ്റ് പോർഷൻ, സക്ഷൻ വാൾവ്, പ്രഷർ വാൾവ്, ആ കാര്യങ്ങൾ അതിൻ്റെ അകത്ത്. ലോവർ കവറിലാണെങ്കിൽ ഡയഫ്രം ഉണ്ട്, റോക്കറാം ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്തിലെ ഇത് അയച്ചു കഴിഞ്ഞാൽ കാണാം അതിൻ്റെ അകത്തിലെ റിട്ടേൺ സ്പ്രിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾ ഈ റോക്കറാമായി മറ്റേ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോക്ക് വരുന്നു, ലോക്ക് സ്ക്രൂ വരുന്നു. ആ ലോക്ക് സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും, റോക്കറാം പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി ഫങ്ഷൻ ഒന്നും കൂടി പറയാം. ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, മറ്റേ എസെൻട്രിക് ക്യാം ഷാഫ്റ്റിൻ്റെ ആ പോർഷൻ ഇതിൽ ടച്ച് ചെയ്യുന്നു. റോക്കറാം എന്താവും ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്നു, ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു. പുഷ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഡയഫ്രം ഡൗൺവേർഡ് മോഷനിൽ പോകുന്നു. ഡയഫ്രം ഡൗൺവേർഡ് മോഷനിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള സക്ഷൻ വാൾവ് ഓപ്പൺ ആവുന്നു. സക്ഷൻ വാൾവ് ഓപ്പൺ കഴിഞ്ഞാൽ ഇതിൽ കൂടെ വന്ന പെട്രോൾ ഫിൽറ്റർ വഴി ചാമ്പറിലേക്ക് ഇറങ്ങും. ആ ചാമ്പറിലേക്ക് ഇറങ്ങിയ പെട്രോൾ ആ ചാമ്പറിൻ്റെ അകത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ എസെൻട്രിക് ആം കറങ്ങുന്നതനുസരിച്ചിട്ട് ഇത് ടച്ച് ചെയ്യാത്ത സമയം ഉണ്ടാവും, അതായത് ക്യാം ഷാഫ്റ്റ് ടച്ച് ചെയ്യാത്ത സമയം ഉണ്ടാവും. ആ സമയത്ത് ഈ റോക്കറാം ഫ്രീ ആവും. ഫ്രീ ആവുന്ന സമയത്ത് അങ്ങോട്ട് പ്രസ് ചെയ്ത റോക്കറാം റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ട് രണ്ടാമതും ഇങ്ങോട്ട് തന്നെ റിട്ടേൺ വരും. ഇങ്ങോട്ട് പ്രസ് ചെയ്തത് റിലീസാവുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ വരും. ആ സമയത്ത് താഴോട്ട് പോയ ഡയഫ്രം, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഡയഫ്രം മുകളിലത്തെ പോർഷനിലേക്ക് തന്നെ പോകും, അപ്വേർഡ് മോഷനിൽ തന്നെ പോകും. ആ സമയത്ത് സക്ഷൻ വാൾവ് അടഞ്ഞിട്ടും പ്രഷർ വാൾവ് ഓപ്പൺ ആവും. പ്രഷർ വാൾവ് നേരത്തെ പറഞ്ഞു, ഇതാണ് പ്രഷർ വാൾവ്. ആ പ്രഷർ വാൾവ് ഓപ്പൺ ആയിട്ട് ഈ ഔട്ട്ലെറ്റ് വഴി ഫിൽറ്റർ വഴി കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. ഇതാണ് AC മെക്കാനിക്കൽ പമ്പിൻ്റെ ഫങ്ഷൻ. ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ പാടില്ല, ഇടത്തേക്ക് കാർബറേറ്ററിലേക്ക് ഫ്ലോ പാടില്ല. കാർബറേറ്ററിൽ ഫ്ലോട്ട് ചാമ്പർ എന്ന് പറഞ്ഞ ഒരു ചാമ്പറുണ്ട്, അതായത് പെട്രോൾ സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കിനെയാണ് പറയുന്നത് ഫ്ലോട്ട് ചാമ്പർ. ആ ഫ്ലോട്ട് ചാമ്പർ ഫുള്ളാവുന്ന സമയത്ത് ആ ഫ്ലോട്ട് ചാമ്പറിൻ്റെ അകത്ത് നീഡിൽ വാൾവ് എന്ന് പറഞ്ഞൊരു വാൾവുണ്ട്. അത് കാർബറേറ്ററിൻ്റെ അകത്താണ് ആ വാൾവുള്ളത്. ആ നീഡിൽ വാൾവ് ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന പെട്രോള് കാർബറേറ്ററിലേക്ക് പോവാതെ റിട്ടേൺ പ്രഷറായിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഏത്? ഈ ഇൻലെറ്റ് വഴി തന്നെ ഈ ഇൻലെറ്റ് വഴി തന്നെ എടുത്തേക്ക് വരും. ഇതിലേക്ക് തന്നെ വരും. ഇതാണ് നമ്മൾ പുറത്തേക്ക് വഴി. ഔട്ട്ലെറ്റിൻ്റെ ആ ഇതിൽ കൂടി തന്നെ രണ്ടാമത് റിട്ടേൺ വരിക, AC മെക്കാനിക്കൽ പമ്പിലേക്ക് തന്നെ റിട്ടേൺ വരും. ആ സമയത്ത് ഡയഫ്രം, ഈ ഫുള്ള് പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ ഡയഫ്രത്തെയാണ്. ഈ റിട്ടേൺ ആയിട്ട് വരുന്ന പ്രഷർ കംപ്ലീറ്റ്, ഫ്യൂവൽ കംപ്ലീറ്റ് പ്രഷറൈസ് ചെയ്യുന്നത് ഈ ഡയഫ്രത്തിലാണ്. ഡയഫ്രം ആ സമയത്ത് കുറേ താഴെ പോകും. അതായത് വെച്ച് ഡൗൺവേർഡ് മോഷൻ്റെ നല്ല പ്രഷറൈസ് ഉണ്ട്. ആ പ്രഷറൈസ് കൊണ്ട് ഡയഫ്രം കൂടുതൽ താഴേക്ക് പോകും, അതായത് ഡൗൺവേർഡ് മോഷനിൽ കൂടുതൽ പോകും. ആ ഡയഫ്രം കൂടുതൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ റോക്കറാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡയഫ്രമായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആ റോഡായിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് റോക്കറാം ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് അനങ്ങുന്നത്. ഇങ്ങനെ ഡൗൺവേർഡ് മോഷനിൽ പോകുന്ന ഡയഫ്രം നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രഷർ കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോക്കറാം
ഈ ഡയഫ്രം തമ്മിലുള്ള കണക്ഷൻ ലൂസാവും. അതിനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ആ സമയത്ത് റിട്ടേൺ പ്രഷർ, അതായത് മറ്റേ ഈ ഒരു ക്യാം ഷാഫ്റ്റ് കറങ്ങുന്ന ആ രീതിയിൽ ഇവിടെ വെറുതെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് മറ്റേ ഡയഫ്രൈറ്റ് ലൂസായിട്ട് കിടക്കുകയില്ല. ആ സമയത്ത് ഇത് വെറുതെ അനങ്ങുന്നതല്ലാതെ, റോക്രാമിങ് വെറുതെ അനങ്ങുന്നതല്ലാതെ ഡയഫ്രം അനങ്ങില്ല. അപ്പോൾ റിട്ടേൺ വരുന്ന ആ സമയത്ത്, പ്രഷർ വരുന്ന ആ സമയത്ത് ഇത് തമ്മിലുള്ള കണക്ഷൻ ലൂസാവും. അതായത് റോക്കറാമും ഡയഫ്രം തമ്മിലുള്ള കണക്ഷൻ ഫ്ലെക്സിബിൾ ആവും അല്ലെങ്കിൽ ലൂസാവും എന്ന് പറയും. അങ്ങനെ റോക്കറാം ക്യാം ഷാഫ്റ്റ് ഇതിനെ ടച്ച് ചെയ്താലും ഇത് വെറുതെ ഇങ്ങനെ മറ്റേ അനങ്ങുന്നതല്ലാതെ ഡയഫ്രം അനങ്ങില്ല. അപ്പോൾ പമ്പിങ് നടക്കില്ല, പുറത്തേക്ക് പമ്പിങ് നടക്കില്ല. പിന്നെ പമ്പിങ് നടക്കണമെങ്കിൽ ഈ മറ്റേ കാർബറേറ്ററിൽ ഫ്ലോട്ട് ചാമ്പറിലില്ല പെട്രോൾ ലെവൽ കുറയണം. ആ സമയത്ത് അങ്ങോട്ടുള്ള സപ്ലൈ ആദ്യം തുടങ്ങും. അപ്പോൾ ആദ്യം ഇതും തമ്മിലുള്ള കണക്ഷൻ, റോക്കറാമും ഡയഫ്രം തമ്മിലുള്ള കണക്ഷൻ എന്താവും, ഇതിൻ്റെ അകത്തുള്ള പ്രഷർ അങ്ങ് പോവും. തമ്മിലുള്ള കണക്ഷൻ പഴയ പോലെ തന്നെ ആദ്യം ഫിക്സ് ആവും. പിന്നെ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ആ ഫംഗ്ഷനിൽ ഡയഫ്രം ആദ്യം ഒരു ഇതിനെ പ്രസ് ചെയ്യും. ഈ എസെൻട്രിക് ക്യാം ഷാഫ്റ്റ് ഡയഫ്രം താഴോട്ട് തന്നെ പോകുന്നു. ആദ്യം പമ്പിങ് ചെയ്തിട്ട് സക്ഷൻ വാൾവ് തുറക്കുന്ന അതിൻ്റെ അകത്തേക്ക് വരുന്നു. അതേപോലെ തന്നെ ഇത് ഫ്രീ ആവുന്ന സമയത്ത് ആദ്യം പ്രഷർ വാൾവ് ഓപ്പൺ ആവുന്നു, സക്ഷൻ വാൾവ് അടഞ്ഞിട്ടും പിന്നെ ഈ ഔട്ട്ലെറ്റ് പോയി അങ്ങോട്ട് സപ്ലൈ ചെയ്യും. ഇങ്ങനെ കാർബറേറ്ററിൽ നിന്ന് വരുന്ന ആ റിട്ടേൺ പ്രഷറിനെ പറയുന്ന പേരാണ് ബാക്ക് പ്രഷർ. എ സി മെക്കാനിക്കലിൻ്റെ ബാക്ക് പ്രഷർ എന്ന് പറയുന്ന നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബാക്ക് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ എ സി മെക്കാനിക്കൽ പമ്പിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കാർബറേറ്ററിലേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ, പെട്രോൾ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ കാർബറേറ്ററിൻ്റെ അകത്ത് ഒരു ഫ്ലോട്ട് ചാമ്പർ, സ്റ്റോറേജ് ടാങ്ക് എന്നാണ് അതിൻ്റെ പേര്, അത് ഫുള്ളാവുന്ന സമയത്ത് കാർബറേറ്ററിൻ്റെ അകത്ത് ഒരു വാൾവുണ്ട്, അതിൻ്റെ പേര് പറയുന്നത് നീഡിൽ വാൾവ്. ആ നീഡിൽ വാൾവ് അവിടെ ക്ലോസ് ആവും. അപ്പോൾ അങ്ങോട്ട് പെട്രോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. സപ്ലൈ ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ ലൈൻ വഴി തന്നെ രണ്ടാമത് ആ പ്രഷർ എന്താവും, ഫ്യൂവൽ രണ്ടാമത് ആ പ്രഷർ അങ്ങനെ റിട്ടേൺ ആയിട്ട് എടുത്തേക്ക് തന്നെ വരും. ഈ എ സി മെക്കാനിക്കൽ പമ്പിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് തന്നെ വരും. ഔട്ട്ലെറ്റ് വഴി ഏതിനെ മറ്റേ ആക്ട് ചെയ്യും, ഡയഫ്രത്തെ ആക്ട് ചെയ്യും. ഡയഫ്രം ആ സമയത്ത് ബാക്ക് പ്രഷറിൻ്റെ സമയത്ത് ഡൗൺവേർഡ് മോഷനിലാണ് പോകുന്നത്, അപ്വേർഡ് മോഷനിലല്ല, ഡൗൺവേർഡ് മോഷൻ. നല്ലോണം ഡൗൺവേർഡ് മോഷനിൽ പോകും. സാധാരണ ഇല്ലേനും കാട്ടി മറ്റേ പ്രഷറിനെയും കാട്ടി ഡൗൺവേർഡ്, നല്ലോണം ഡൗൺവേർഡ് മോഷനിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ റോക്കറാമായിട്ടുള്ള ഡയഫ്രത്തിൻ്റെ കണക്ഷൻ ലൂസായി പോയി കഴിഞ്ഞാൽ ഈ റോക്കറാം ഇങ്ങനെ ക്യാം ഷാഫ്റ്റ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, ആ ടച്ച് ചെയ്താലും ഇത് അനങ്ങുന്നതല്ലാതെ ഡയഫ്രം മൂവ് ചെയ്യുന്നില്ല. ഡയഫ്രം മൂവ് ചെയ്യാത്തതുകൊണ്ട് സപ്ലൈ നടക്കില്ല. ആ സമയത്ത് സപ്ലൈ നടക്കാൻ പാടില്ല. അങ്ങനെ ആ കാർബറേറ്ററിൽ ഫ്ലോട്ട് ചാമ്പറിൽ ആ പെട്രോൾ ലെവലിൽ മറ്റേ പിന്നെ കുറയുന്ന സമയത്താണ് രണ്ടാമതും ഇത് തമ്മിലുള്ള കണക്ഷൻ, റോക്കറാമും ഡയഫ്രം തമ്മിലുള്ള കണക്ഷൻ ആദ്യം ഫിക്സ് ചെയ്ത് രണ്ടാമത് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഫംഗ്ഷനിലേക്ക് തന്നെ പോകും. അങ്ങനെ കാർബറേറ്ററിൽ നിന്ന് വരുന്ന ആ പ്രഷറിനെ പറയുന്ന പേരാണ് ബാക്ക് പ്രഷർ. അതിന് എക്സാമിന് സാധാരണ വൈവക്കെല്ലാം ചോദിക്കലുണ്ട്, എന്താണ് എ സി മെക്കാനിക്കൽ പമ്പിൻ്റെ ബാക്ക് പ്രഷർ, എ സി മെക്കാനിക്കലിൻ്റെ ഫുൾ ഫോം, എന്താണ് അതിൻ്റെ ഫങ്ഷൻ. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറയും. പിന്നെ ഇതിൻ്റെ ഏതെല്ലാം പാർട്ടാണ് ചോദിക്കും, ഇത് ഏത് പാർട്ടാണ്, ഏതാണ് ഇൻലെറ്റ്, ഏതാണ് മറ്റേ ഇൻലെറ്റ്, ഏതാണ് ഔട്ട്ലെറ്റ്, ഏതാണ് സക്ഷൻ വാൾവ്, ഏതാണ് പ്രഷർ വാൾവ്, ഏതാണ് അപ്പർ കവർ, ഏതാണ് ലോവർ കവർ, ഏതാണ് ഫിൽറ്റർ അസംബ്ലി, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ വൈവക്ക് ഉപയോഗിക്കൽ. പിന്നെ ഇതിൻ്റെ ഫങ്ഷനും മറ്റു കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എ സി മെക്കാനിക്കൽ പമ്പ്. ഇനി ഡീസൽ എൻജിൻ സർവീസിംഗ് ലാബ് അടുത്ത സെമസ്റ്ററിൽ വരുന്നത് ഇതിന് പകരം ഫ്യുവൽ ഫീഡ് പമ്പ്. എ സി മെക്കാനിക്കൽ പമ്പിന് പകരം നമ്മൾ ആടെ എടുക്കുന്നത് ഫ്യുവൽ ഫീഡ് പമ്പാണ്, ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് അടുത്ത സെമസ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ പമ്പാണ് എ സി മെക്കാനിക്കൽ പമ്പ്. ഇതിൻ്റെ ഫങ്ഷൻ ഇത്രയും കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ ഡിസ്മാൻഡ്ലിംഗ് പ്രൊസീജിയറാണ്. ഇത് അയച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഇപ്പം ഡിസ്കസ് ചെയ്യാം.